ക്യാമറ കണ്ണുകൾക്ക് പോലും ഒപ്പിയെടുക്കാൻ സാധിക്കാത്ത ലോകം അന്നേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം നടന്ന 1945 ഹിരോഷിമയിൽ അമേരിക്ക വർഷിച്ച ആ അണുബോംബിനെ കുറിച്ചുള്ള കഥയാണ് പറയാൻ പോകുന്നത്. 1945 ഓഗസ്റ്റ് 6-ാം തീയതി പതിവ് പോലെ ജപ്പാനിലും നേരമുണർന്നു. ക്ലോക്കിലെ സമയം 8:30 പിന്നിട്ടിരുന്നു. ജപ്പാന്റെ ആകാശത്ത് ഹിരോഷിമ നഗരത്തിന് മുകളിലൂടെ ബോയിങ് B-29 എന്ന വിമാനം വട്ടമിട്ടു പറന്നു. പൈലറ്റ് കേണൽ പോൾ ഡിബറ്റ്സ് ജൂനിയറും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ സഹ പൈലറ്റായിരുന്ന ലൂയിസിൻ്റെയും കൈകൾ ആ അണുബോംബിലമർന്നു. അണുബോംബ് വിമാനത്തിൽ നിന്ന് നേരെ ഹിരോഷിമ എന്ന നഗരത്തെ ലക്ഷ്യമാക്കി. ബോംബിൻ്റെ വ്യാപ്തപതി അവർക്കറിയാമായിരുന്നു. തങ്ങളാൽ കഴിയുന്ന വേഗത്തിൽ അവർ വിമാനം പറത്തി. കാരണം പൊട്ടിത്തെറിയുടെ ആഘാതം അങ്ങ് ആകാശം വരെ നീണ്ടു നിൽക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. ഹിരോഷിമയിലുള്ള സാധാരണ ജനങ്ങൾക്ക് ഒന്നും അപ്പോഴും അറിയില്ലായിരുന്നു. അന്ന് വരെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ ഒന്നിനെയാണ് അവർ വരവേൽക്കുന്നതെന്ന് അവർക്കറിയില്ലായിരുന്നു. ചക്രവ്യൂഹങ്ങളെപ്പോലെ ആ അണുബോംബ് ഹിരോഷിമയെ ലക്ഷ്യമാക്കിക്കൊണ്ട് കറങ്ങിക്കൊണ്ടേയിരുന്നു. പൈലറ്റായ ഡിബറ്റ്സ് ജൂനിയറും അദ്ദേഹത്തിൻ്റെ സഹ പൈലറ്റായ ലൂയിസും ചേർന്നുകൊണ്ട് താങ്കളുടെ വിമാനം എത്രയോ ഉയരത്തേക്ക് പറത്താൻ തുടങ്ങി. കാരണം നിമിഷങ്ങൾക്കകം ഹിരോഷിമ എന്ന നഗരമില്ലാതാകും. കാരണം അണുബോംബിൻ്റെ ശക്തി അത്രയേറെ ഉണ്ടെന്ന് അവർക്ക് നല്ല വേണം അറിയാമായിരുന്നു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തത്തിന് അവരുടെ ടൈം ക്ലോക്കിൽ സെക്കൻഡുകൾ പിന്നിട്ടുകൊണ്ടേയിരുന്നു. നിലത്തെത്തിയാൽ സംഭവിക്കുന്ന ഭയാനകമായ നിമിഷത്തെക്കുറിച്ച് ലോകമൊന്ന് അറിഞ്ഞതുപോലുമില്ല. അങ്ങനെ ആ അണുബോംബ് ഹിരോഷിമയുടെ നഗരത്തിൻ്റെ മധ്യത്തിൽ ചെന്ന് വീഴാൻ പോകുന്നു. ബോംബിനുള്ളിലുള്ള ന്യൂക്ലിയർ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സമയം 8:45. ജപ്പാനിലെ ക്ലോക്കുകൾ നിലച്ചു. ന്യൂക്ലിയർ ബോംബ് പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ ജപ്പാൻ എന്ന നഗരം ചുവന്നു തുടുത്തു. ആകാശം ഒരു സൂര്യസ്ഫോടനത്തിനേക്കാൾ ഭയാനകമായ ഒന്നിനോട് തോന്നിപ്പിച്ചു. 15 കിലോടൺ TNTക്ക് തുല്യമായ ഒരു വലിയ അളവിലുള്ള ഊർജം പുറപ്പെടുപ്പിച്ച് സ്ഫോടനം 70,000 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിലെത്തിയ ഒരു ഉഗ്ര സ്ഫോടനമാണ് അന്ന് ലോകം കണ്ടത്. അന്ന് ഹിരോഷിമ കണ്ടത്. ഓരോ മില്ലി സെക്കൻഡിലും ന്യൂക്ലിയർ അതിൻ്റെ വ്യാപനം കൂട്ടിക്കൊണ്ടേയിരുന്നു. അന്ന് എറൗണ്ട് മരിച്ചത് 2,45,000-ത്തിലധികം ആളുകളാണ്. റേഡിയേഷനും വിഷബാധയും ഓരോ സെക്കൻഡിലും ദൂരത്തെ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരുന്നു. ഓരോരുത്തരും കത്തിച്ചാമ്പലായി. അവിടെയുള്ളവർ നിന്ന നിൽപ്പിൽ തന്നെ ഭസ്മമായി പോകുന്ന ആ ഭയാനകമായ ദൃശ്യങ്ങളെയാണ് അന്ന് ലോകം ഞെട്ടിത്തരിപ്പോടെ കണ്ടത്. ടൈം ക്ലോക്കിലെ ഓരോ സെക്കൻഡ് പോലും അപ്പോൾ തന്നെ നിലച്ചിരുന്നു. കാരണം 70,000 ഡിഗ്രിക്ക് മുകളിലായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്ന സെൽഷ്യസ്. തിളച്ചു മറയുന്ന വെള്ളത്തിന് പോലും 100 ഡിഗ്രി സെൽഷ്യസ് ആണുള്ളത്. അന്ന് അവിടെ അമേരിക്ക വർഷിച്ച ബോംബിൻ്റെ സെൽഷ്യസ് ആകട്ടെ 70,000 ഡിഗ്രിക്ക് മുകളിലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന 85% ബിൽഡിങ്ങുകളും കത്തി നശിച്ചു. വ്യാപനം കൂടിക്കൂടി അങ്ങനെ ഹിരോഷിമ എന്ന നഗരത്തിലെ എറൗണ്ട് കിലോമീറ്ററുകളോളം സഞ്ചരിച്ചു കൊണ്ട് ഒരു നാടിനെ ഒരു രാജ്യത്തിൻ്റെ ഒരു വലിയ ഭാഗത്തെ അന്ന് അമേരിക്ക വർഷിച്ച ആ അണുബോംബ് കൊണ്ടില്ലാതായി. ജീവനുള്ള ഒരു വസ്തുവും അന്നവിടെ അവശേഷിച്ചില്ല. ബിൽഡിങ്ങുകളും മരങ്ങളും തോടുകളും എല്ലാം നാശനഷ്ടമായി. ആ ന്യൂക്ലിയറിൻ്റെ പവർ ഓരോ സെക്കൻഡിലും വിസ്തൃതി വ്യാപിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ ഒരു ഭാഗം തന്നെ ഇല്ലാതായി. ഏകദേശം 100 വർഷത്തോടടുക്കുന്നു. പക്ഷേ ഇപ്പോഴും അവിടെ ജനവാസമല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളെ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു സൂപ്പർ സ്റ്റോറിയുമായി ഇനിയും വരാം.